ഓഹോ. ഞാൻ പണ്ട് വയറ്റിലായിരുന്നപ്പോൾ കല്യാണം കഴിച്ചതോ? അങ്ങനെ അല്ലല്ലോ ദാസപ്പേട്ട അതിൻ്റെ കഥ. ആ കഥയിലൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ കിച്ചുവിൻ്റെ ഒരു ബ്ലോഗ് വന്നിട്ടുണ്ട്, കൊല്ലം സുധിയുടെ മൂത്ത മകൻ്റെ. ആ ബ്ലോഗിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മകനായ ഋതപ്പനെ പോയി കാണുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വ്ലോഗിനകത്ത് മൊത്തവും ഇതൊരു അറേഞ്ച് ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ച കഥ പോലെ എനിക്ക് തോന്നി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് ഇന്നലെ നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ഞാൻ ഈ കിച്ചുവിൻ്റെ വ്ളോഗുകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ അതിന് കാണാനുള്ള കാരണം രേണു സുധിയെ പോലെയല്ല, കിച്ചു വളരെ മെച്യൂർഡാണ്. തൻ്റെ അച്ഛൻ്റെ പേര് അപകീർത്തിപ്പെടുത്താത്ത രീതിയിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതോടൊപ്പം തൻ്റെ നിലവിലെ അമ്മയായ രേണു സുധി പിടിക്കുന്ന വള്ളികൾക്കൊന്നും പോയി തലവെച്ച് കൊടുക്കാത്ത രീതിയിലാണ് കിച്ചു പോകുന്നത്. വളരെ മെച്യൂർഡായിട്ടുള്ളൊരു മകനായിട്ടാണ് എനിക്ക് കിച്ചുവിനെ ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ഞാൻ കാണാറുണ്ട്. അതിനെല്ലാം അതിൻ്റെതായ പ്രാധാന്യങ്ങളും അദ്ദേഹം എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്ന് കിച്ചു ഒരു വ്ളോഗ് ഇട്ടു. ഈ വ്ളോഗിനകത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കിച്ചു കൊല്ലത്ത് നിന്നും കോട്ടയത്തേക്ക് പോയി ഋതപ്പനെ കാണുക എന്നുള്ളതാണ് ഈ ഒരു വ്ളോഗിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. പക്ഷേ ഈ വ്ളോഗിലുടനീളം രേണുവിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. രേണു ആ വീട്ടിലില്ല. രേണുവിനെ കുറിച്ച് ഒന്നുമേ പറയുന്നില്ല. രേണു മാറി നിന്നതാണോ അതോ രേണു തിരക്കായിട്ട് പോയതാണോ ഒന്നും പരാമർശിക്കുന്നില്ല. ഇങ്ങനൊരു സാധനം ഇട്ട് കഴിഞ്ഞ് ഇത് പല ആളുകളും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്നതിനകത്ത് നമുക്ക് ആദ്യം ആ ബ്ലോഗിനകത്തെ ഒരു ചെറിയ ഭാഗം ഒന്ന് കേട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. എന്തുണ്ട് വിശേഷം? സുഖാണോ? ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടോ? അപ്പൊ എത്രയായി? ഒന്നായോ? ഞാനിപ്പോ ആനിമേഷൻ പഠിക്കുന്നു. ഗേൾ ഫ്രണ്ട് ഉണ്ടോടാ നിനക്ക്? ഈ ഒരു വീഡിയോയുടെ ഒരു പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതായത് കിച്ചു അനിയനോട് ചോദിക്കുകയാണ്, നീ എത്രയിലാണ് പഠിക്കുന്നത്? ഒന്നിലായോ? കിച്ചു തിരിച്ചു ചോദിക്കുന്നത്, ചേട്ടൻ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ ആനിമേഷൻ പഠിക്കുന്നു. അപ്പം ഇവർക്കിടയിൽ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി പോലും ഇല്ല. ഒരിക്കലും ഈ മകൻ കിച്ചു പഠിക്കുന്നത് ആനിമേഷൻ ആണെന്ന് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുവരെ നീ എത്രയിലാണ് പഠിക്കുന്നത്, ചേട്ടൻ എത്രയിലാണ് പഠിക്കുന്നത്, ഇങ്ങനൊരു ചോദ്യം സംഭാഷണം ഇവർക്കിടയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇവർ പല ഇൻ്റർവ്യൂവിലും പ്രസൻറ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ കിച്ചു എപ്പോഴും വിളിക്കും, ആ ലീവ് കിട്ടിയ ഉടനെ ഓടി വരും, ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണെന്നുള്ളതാണ്. പക്ഷേ ഈ വ്ളോഗ് മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രണ്ട് ആളുകൾ തമ്മിൽ ഈ പറയുന്ന തരത്തിലുള്ള ആത്മബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇത് മാത്രമല്ല, ഈ വ്ളോഗിൽ പലയിടത്തായിട്ട് പല പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രേണു കുറേ വള്ളികൾ പറഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വള്ളികളെല്ലാം സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ പല കാര്യങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പല കാര്യം ഫോർ എക്സാമ്പിളിന് ഞാൻ നിങ്ങളൊരു വീഡിയോ കേൾപ്പിക്കാം, കേട്ടോ. അങ്ങനെയാണ്. ഈ വീട് ആരുടെയാണെന്ന് മനസ്സിലായോ? ആരുടെയാ? ചേട്ടൻ്റെയും എൻ്റെയും. അപ്പോൾ ഇങ്ങനൊരു സംഭാഷണം ഇവർക്കിടയിൽ നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് വീണ്ടും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ബേസിക്കലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഒരു ചർച്ച എന്ന് പറയുന്നത് വീട് രേണുവിൻ്റെ പേരിലാണോ, വീടിന് വേണ്ടിയിട്ടാണോ രേണു ഇത് ചെയ്തത്, ഇങ്ങനെ കുറേ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇങ്ങനൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈ വീട് ആരുടെയാണെന്ന് ചേട്ടനറിയാമോ? എൻ്റെയും ചേട്ടൻ്റെയും. അങ്ങനെ ഒരു സംഭാഷണ ശകലത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. ഇത് മാത്രമല്ല, ഇതുപോലെ ഇവർക്കിടയിൽ ഉണ്ടായ കോൺഫ്ലിക്റ്റുകൾ പലയിടത്തായി സോൾവ് ചെയ്യാൻ, സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പല തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതൊരു പക്ഷേ ആ കുഞ്ഞിന് അത്രയ്ക്കുള്ള ഒരു ചിന്ത ആയിട്ടില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു വ്ളോഗിൽ ഇത് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേനും ഇത് കാണുന്ന ആൾ ഏത് തരത്തിൽ മനസ്സിലാക്കുമെന്നും കൂടെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരാളല്ല കിച്ചു. പിന്നെ ഇത് എന്ത് പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഇനി അത് മാത്രമല്ല, ഈ രേണു സുധി ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് സകല ഇൻ്റർവ്യൂവിലും, ഇവർ വീട്ടിലെടുക്കുന്ന സകല ഇൻ്റർവ്യൂവിലും സുധിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ പുറകിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഒരു മാലയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം നിങ്ങൾ ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും അതിൽ 90% ഇൻ്റർവ്യൂകളിലും സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം അവിടെ വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ഈ ഒരു വീഡിയോയിൽ ആ പെർഫ്യൂമിൻ്റെ സ്ഥാനം നമുക്ക് നോക്കാം.
കണ്ടോ, അവിടെ ആ ഒരു പെർഫ്യൂം ബോട്ടിൽ ഇല്ല. അവിടെ ചിലപ്പോൾ അവിടെ സൂക്ഷിക്കത്തില്ലായിരിക്കും, നിസ്സാരം ഒരു പൂച്ച കയറി തട്ടിയിടും, അല്ലെങ്കിൽ പിള്ളേർ കളിക്കുമ്പോൾ തട്ടിയിടും. അങ്ങനെ ഒരു സമയത്ത് അത് വീണ് നശിക്കാൻ പാടില്ല എന്ന രീതി മാറ്റി വെക്കുന്നതായിരിക്കാം. പക്ഷേ സുധിച്ചേട്ടൻ്റെ ആ മണം അല്ലെങ്കിൽ ആ പെർഫ്യൂം ബോട്ടിൽ ഭയങ്കര വൈറലാണ്. അതിൻ്റെ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ബോട്ടിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ മാത്രം എടുത്ത് അവിടെ വെക്കുമ്പോൾ ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഞങ്ങളിത് ഇങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ജനങ്ങളിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെർഫ്യൂം ബോട്ടിൽ എടുത്ത് അവിടെ വെക്കുന്നത്. അത് വെക്കുന്നതും തെറ്റില്ല. അത് വെക്കുന്നത് എന്നല്ല, അതിനുശേഷം രേണു കൊല്ലം സുധിയുടെ തണലിലാണോ ജീവിക്കുന്നത്? മരിച്ചുപോയില്ലേ, മരിച്ചുപോയുള്ള തണലിൽ എങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് അത് അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നത് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വ്ളോഗ് മൊത്തത്തിൽ ഒരു വശപ്പശകായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കപ്പോൾ മറ്റൊരു ചെറിയ ശകലം ഒന്ന് കേട്ടു നോക്കാം. എന്റെ അച്ഛനത്, എന്റെ കൊല്ലസൂതിയുടെ പടം കാണിച്ചിട്ട് ഇതാരാന്നറിയാമോ? എൻ്റെ അച്ഛനത്. ആ ഒരു ഷോക്കാണ് അവിടെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു സംസാരം ഇവർക്കിടയിൽ നടന്നിട്ടില്ല. അങ്ങനെ ഞെട്ടേണ്ട ഒരു സാധനമാണോ അത്? അപ്പോൾ രേണുസുതി ഇത് ഇങ്ങനെ ഇവർക്കിടയിലേക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ? ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് ഇല്ലായ്മയാണ് എനിക്കിത് വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്. അവർ ഞങ്ങൾക്കിടയിലുള്ളൊരു ബോണ്ടാണ് കാണിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ പോലും ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ റെഗുലറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ബോണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, സോറി, അത് ഞാൻ പിൻവലിക്കുന്നത്. ഇവർ തമ്മിൽ റെഗുലറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന രീതിയിലാണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനെക്കാട്ടിലും ഹൈലൈറ്റ് ഒരു സാധനം ഇതിനകത്ത് പറയുന്നുണ്ട്. അതാണ് നമ്മൾ കേൾക്കേണ്ടത്. കേട്ടോ. മറക്കാതെ പഠിപ്പിച്ചല്ലേ, പറയാങ്ങോട്ട്. അറിയാലോ എല്ലാം അറിയാം. അതാരാന്നറിയുമോ? ചേട്ടൻ്റെ അമ്മ. അതെന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണ് ഇവരെ രണ്ടുപേരുടെ അമ്മ എന്ന രീതിയിലാണ് രേണുസുതി അവതരിപ്പിക്കുന്നതും രേണുസുതി ആൾക്കാർ ഈ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചോളൂ. അങ്ങനെയാണ് എങ്ങനെ ചോദിക്കും, ഇതാരാന്നറിയോ? ഇത് നമ്മുടെ അമ്മ എന്നല്ലേ പറയത്തുള്ളൂ. ഇത് ചേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഈ കുട്ടിയോട് ഇവർ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്തെല്ലാം എന്തോ എവിടോ ഒരു തകരാറ് പോലെ എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഒരിക്കലും ഇതാണ് ശരി, ഇങ്ങനെയാണ് ഈ സാധനം എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുതരാണ്. നിങ്ങൾക്ക് തോന്നിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് ചെയ്യണം. ഇനി ഇതൊന്നുമല്ല, നമ്മളൊരു ഹൈലൈറ്റഡ് സാധനം പറഞ്ഞില്ല, നമ്മൾ ആദ്യം തുടക്കത്തെ ഇൻട്രോയിൽ കാണിച്ച്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഞാൻ പണ്ട് വയറ്റിലായിരുന്നപ്പോൾ കല്യാണം കഴിക്കുന്നതാ. അതെന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ കല്യാണം കഴിച്ചതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റേ രണ്ടാം ഭാര്യ വന്ന് പറഞ്ഞ കഥകളെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അല്ല, ഇനിയിപ്പോൾ ഈ കല്യാണത്തിന്റെ സമയത്ത് കിച്ചുവിന്റെ ഫോട്ടോ കണ്ടു. കല്യാണ സമയത്ത് കിച്ചുവിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഈ ഋതപ്പൻ ചോദിക്കുന്നു, അമ്മ ഞാനിപ്പോൾ ഇവിടെ നീ വയറ്റിലായിരുന്നു മോനെ എന്ന് പറ്റിക്കാൻ പറഞ്ഞതാണ് എന്ന ഒരു നിഗമനത്തിൽ നമുക്ക് ഈ വീഡിയോയുടെ മുമ്പോട്ടൊന്ന് കണ്ടുനോക്കാം. ഉണ്ടായിരുന്നല്ലേ അപ്പം ഞാൻ ഇവര് കല്യാണം കഴിക്കുമ്പോ ഞാൻ ആ സൈഡിൽ ഉണ്ടായിരുന്നില്ലേ? ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കിച്ചു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ കുട്ടി ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇടുന്നൊരു എക്സ്പ്രഷനാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസാരവും അവിടെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള കോൺവെർസേഷനില്ല, പല കാര്യങ്ങളും ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഏതായാലും നിങ്ങൾ ഈ കുടുംബത്തോടെ വള്ളി പിടിക്കുന്നതെന്നറിയോ? അനാവശ്യമായ വിഷയങ്ങളിൽ അനാവശ്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അത്തരത്തിൽ അനാവശ്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ വന്നിട്ടില്ലായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ടേംസ് നിങ്ങൾ ജെനുവിൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയായിരുന്നു, അല്ലെങ്കിൽ ഇത് വൈറലാക്കാൻ വേണ്ടി ചെയ്തായിരിക്കും കേട്ടോ, നമുക്കറിയത്തില്ല. ഏതായാലും ഇതിനകത്ത് ഞാൻ യാതൊരു തരം കമൻറ്റുകളും അടിക്കുന്നില്ല, കാരണം രണ്ട് മക്കളാണ്. അതുകൊണ്ട് എൻ്റെ മോശമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല, യാതൊരു സർക്കാസവും ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് ഞാൻ നിങ്ങളുടെ ചിന്താശേഷിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഇട്ട് തരികയാണ്.
മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊരു